ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. സത്യം പറഞ്ഞാൽ കോളേജിലൊക്കെ H1N1 എന്ന രോഗം പന്നിപ്പനിയൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് മാസ്ക് ഇടാതെ നടക്കാൻ പറ്റൂല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്നാമത് നമുക്ക് മാസ്ക് ഇട്ട് വേണം നമുക്ക് കോളേജിൽ വരാനും കോളേജിൽ പോകാനും. എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആരിഫിനോട് ചോദിക്കാം. ആരിഫ് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല. ആരിഫേ നമ്മുടെ കോളേജിലുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? നമുക്ക് മാസ്ക് ഇടണമെന്നൊക്കെ പറയുന്നുണ്ട്. വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ. മാസ്ക് ഇടുക. സത്യം പറഞ്ഞാൽ ഒരു പന്നിപ്പനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു പനി എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. നോർമലി കൂടുതൽ സ്പ്രെഡ് ആവാതെ ഇരിക്കാൻ നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ സാനിറ്റൈസർ യൂസ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയെന്ന് വെച്ചാൽ കോവിഡ് പോലെ കോവിഡിൻ്റെ കുറച്ച് ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വോമിറ്റിങ്ങും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. വോമിറ്റിങ്, തലവേദന, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്, ചൂട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടായിരിക്കും ഈ പനിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒന്നാമത്തെ കാര്യം കുറേ പേർക്ക് അറിഞ്ഞൂടാ H1N1 എന്ന്. ഞാൻ ആദ്യം വിചാരിച്ച കോവിഡിൻ്റെ വേറൊരു സംഭവമാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴാണ് അറിഞ്ഞത് പന്നിപ്പനി എന്നുള്ള രോഗമാണ് പടർന്നു വരുന്നത്. കുറേ കോളേജ് കുസാറ്റ് എന്ന് പറഞ്ഞ കോളേജിലൊക്കെ നോർമലി കോളേജ് അടച്ച്. നമ്മുടെ കോളേജ് അടയ്ക്കുന്ന അറിയത്തില്ല. നമ്മൾ മാക്സിമം നമ്മൾ കോളേജിൽ മാസ്ക് കിട്ടും, സാനിറ്റൈസർ യൂസ് ചെയ്തും മാക്സിമം നമ്മൾ മെയിനായിട്ട് നമ്മൾ പോകാൻ പറ്റുന്ന രീതിയിൽ പോകാനുള്ള പ്ലാനിങ് ആണ് നോർമലി. എന്നുവെച്ചാൽ ആദ്യമേ ഒരു മഞ്ഞപ്പിത്തം എന്നുള്ള രീതിയിൽ വന്നായിരുന്നു. സോ അതെല്ലാം നമ്മൾ മാറിക്കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ ഒരു മഞ്ഞപ്പിത്തമൊക്കെ വന്നപ്പോൾ കുറേ ലീവും ഒരു മാസം ലീവാണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെ കിട്ടിയിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് നോർമലി. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും മാസ്ക് യൂസ് ചെയ്യുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക. വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാണ്, പിന്നെ കിടപ്പിലാവും. അതുകൊണ്ട് ബൈ. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അഭിനോട് ചോദിക്കാം. അഭിനവുണ്ട്. നമ്മുടെ കോളേജിൽ ഇങ്ങനെ സംഭവം വരുന്നുണ്ടല്ലോ, അതിനെ പറ്റി എന്താ അഭിപ്രായം? എന്തെങ്കിലും? എല്ലാവരും ഭയം വേണ്ട, ജാഗ്രത മതി ഇല്ലയോ? എന്താ പറയാനുള്ള? എല്ലാരും സ്വന്തമായിട്ട് ശ്രദ്ധിക്കുക, അവരൊരു ഹൈജീനൊക്കെ നോക്കുക. അത്രേ ഉള്ളൂ. ആരും ഇവിടെ മുട്ടും ചീരി ആർക്കും മാസ്ക് ഇടാതിരിക്കും. ഇവനെല്ലാം മാസ്ക് ഇടാതിരിക്കും. ഇവനൊക്കെ ഇവനുണ്ടോന്ന് ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ പടർന്നു കഴിഞ്ഞ് ടെസ്റ്റ് പനി വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഇവന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു, അടുത്തിരുന്ന് ഇവന്മാർക്കെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ അറിയാൻ പറ്റുന്ന അന്നേരമായിരിക്കും, അല്ലാതെ ഇപ്പോൾ ഒന്നും അറിയാൻ പറ്റത്തില്ല നോർമലി. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മാസ്ക് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കോളേജ് അടച്ചു കഴിഞ്ഞുള്ള വിഷയം എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ ഫൈനൽ ഇയറാണ് ഇല്ലടാ. ഒന്നാമത് കുറച്ച് നാളോടെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് നാളോടെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരിഫേ, ഇവന്മാരെയൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവന്മാർ എങ്ങോട്ട് പോകുന്നോ എവിടെ പോകുന്നോ ഒരു ഐഡിയ ഇല്ലാതായിരിക്കും പോകുന്നത്. ഈ ആരിഫൊക്കെ എവിടെയെങ്കിലൊക്കെ പോയി രക്ഷപ്പെടുമായിരിക്കും. നമ്മളെ പോലെ ഒന്നും അല്ല ഇവൻ. കുറച്ച് മണ്ടത്തരോ ബുദ്ധിയുള്ള ഒരു കൂട്ടത്തിലുള്ള ഇല്ലടാ ആരിഫേ. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന ടൈം നമ്മൾ എൻജോയ് ചെയ്യുക. എന്ന് വെച്ചാൽ കറങ്ങാൻ പോവുക, വൈബ് അടിക്കുക, ഫുഡ് അടിക്കാൻ പോവുക എന്നുള്ള മൈൻഡ് മാത്രം. ഓക്കെ, ജസ്റ്റ് കോളേജിൽ വന്നിട്ട് പഠിക്കാൻ മാത്രം നിൽക്കരുത്. കുറേ നല്ല ഫ്രണ്ട്സിനെ സെറ്റ് ആക്കുക, വൈബ് ആക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാനായിരിക്കും. ടാറ്റാ.